ഇന്നത്തെ ലഞ്ച് ബോക്സിൽ നല്ലൊരു എഗ് ഫ്രൈഡ് റൈസ് ആണ് വെച്ച് കൊടുത്തേക്കുന്നത്. അതാണെങ്കിൽ ഇന്നലെ തൊട്ടേ അവൾ പറഞ്ഞു അവൾക്ക് ബിരിയാണി പോലെ എന്തെങ്കിലും ഉണ്ടാക്കി താന്ന്. അങ്ങനെയാണ് ഞാൻ ഇത് വെക്കാൻ തീരുമാനിച്ചത്. ആദ്യം ഒരു പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് നെയ്യും കൂടി ഇട്ട്, ബട്ടർ ഇടുവാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. പിന്നെ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് നെയ്യായിട്ടത്. ആദ്യം തന്നെ സവാള ഉള്ളി ഇടുന്നതിന് പകരം ക്യാരറ്റും ബീൻസുമാണ് ഇട്ടത്. എന്താ ഓർമ്മശക്തിയല്ലേ. എന്താ അത് കസകുസാന്നൊക്കെ ഞാൻ കുറച്ച് നേരം ഇളക്കി കൊടുത്തപ്പോഴാണ് ഞാൻ ഓർത്തത് സവാള ഉള്ളി ഇട്ടില്ലല്ലോ. പിന്നെ ഞാൻ സവാള ഉള്ളി ഇട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി. ഇത് മൂന്നും നന്നായിട്ടൊന്ന് വേവണമായിരുന്നു. പിന്നെ എൻ്റെ ഇളക്ക് വമ്പ സ്പീഡായിരുന്നു കേട്ടോ. അടുക്കളയിൽ പറന്ന് നടന്ന് ചെയ്യണം, അതാണല്ലോ രാവിലത്തെ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ടൊമാറ്റോയും കൂടെ അരിഞ്ഞിട്ട്, പിന്നെ ഇച്ചിരി അണ്ടിപ്പരിപ്പ് മുന്തിരി അതിനകത്ത് തന്നെ ഇട്ട്, ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ആണെങ്കിൽ കുറച്ച് ചിക്കൻ മസാല, അതിൻ്റെ ഇടയ്ക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതൊന്ന് വെന്ത് സൈഡിലോട്ട് വെച്ചപ്പോൾ ഒരു മുട്ട ഒഴിച്ച് അതൊന്ന് വേവിച്ചിട്ട് ഇങ്ങനെ ചിക്കി എടുക്കണം. ചിക്കി എടുക്കുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഇങ്ങനെ അങ്ങൊക്കെ കിടക്കും. പിള്ളേർക്ക് കഴിക്കാൻ ഒരു രസം തോന്നും. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി അരിയാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഐറ്റംസും കൂടെ പിന്നെ ഒരു ഇളക്കുമയമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ഇളക്കെന്നൊക്കെ പറഞ്ഞാൽ വമ്പ ഇളക്കി. ഇങ്ങനെയൊക്കെ ഇളക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ വല്ല ഷെഫായിട്ട് ഹോട്ടലിലും കൂടെ പോയി നിൽക്കാൻ തോന്നി. പിന്നെ അവസാനം നമുക്ക് ദണ്ട് ഇങ്ങനെ കിട്ടും. ടേസ്റ്റ് ബേസ് നോക്കിക്കഴിഞ്ഞാൽ പിള്ളേർ മാക്കം അടിക്കും. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ മണ്ടയ്ക്ക് തൂകി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ, ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. അതിൻ്റെ മുകളിലോട്ട് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി ഒരു ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് ഒരു സ്പൂണും ആക്കി അവിടെ ലഞ്ച് ബോക്സ് അവിടെ റെഡിയാക്കി വെച്ച്. ഇനി ടിഫിന് വേണ്ടി ഞാൻ കുറച്ച് ചിപ്സും ഒരു 3-4 ബിസ്ക്കറ്റും പിന്നെ ഒരു റോൾ ഉണ്ടല്ലോ കമ്പ് പോലെ ഇരിക്കുന്നത്, ആ കമ്പും എടുത്ത് 3 വെച്ച് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.